കേട്ടിട്ടുണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റാവിയത്തുൽ ഇസ്ലാം എന്ന പേര് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അത്രയും ഹദീസുകൾ റിവായത്ത് ചെയ്ത സ്വഹാബികൾ ആരുമില്ല. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തത് സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ ഒരു വലിയ ഇൽമിലേക്ക് എത്തിയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നടന്ന് അത്രയും കാലത്ത് സുഹബത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന അവസാന കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ആ കുറച്ച് വർഷങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, അദ്ദേഹത്തിന് അറിവ് കരസ്ഥമാക്കാൻ, അദ്ദേഹത്തിന് കേൾക്കുന്ന അറിവുകൾ മനഃപ്പാടമാക്കാൻ. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം രാത്രിയുടെ ആദ്യത്തെ പകുതി ഉറങ്ങാറുണ്ടായിരുന്നില്ല. അവസാനത്തെ സമയമാണ് കുറച്ച് സമയം എന്ത് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ? ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. കാരണം ആ സമയം അത്രയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ട ഹദീസുകൾ, ആ മനഃപ്പാടമാക്കിയ ഹദീസുകൾ മുറാജഅ ചെയ്യുകയായിരിക്കും, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുകയായിരിക്കും. അങ്ങനെ രാത്രി ഉറക്കം ഒഴിച്ച് ഇനി പകലാണെങ്കിലോ അദ്ദേഹം പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തന്നെയാണ്. ജോലിക്ക് പോവുകയോ മറ്റു തിരക്കുകളൊന്നുമില്ല. അതൊക്കെ പൂർണ്ണമായും മാറ്റിവെച്ച്, അങ്ങനെ മാറ്റിവെച്ചിരിക്കുമ്പോൾ വരുമാനം കിട്ടുകയില്ല, വിശപ്പ് താങ്ങുകയില്ല, പലപ്പോഴും പട്ടിണിയായിരിക്കും. എത്രത്തോളം അദ്ദേഹം പറയാറുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക്, മസ്ജിദിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും വിശപ്പ് സഹിക്കവയ്യാതെ എൻ്റെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്കുള്ള വഴിയിലേക്ക് ഞാൻ ബോധം കെട്ട് വീഴാറുണ്ട്. അപ്പൊ മദീനത്തെ കുട്ടികൾ ഇതെന്തോ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് എൻ്റെ നെഞ്ചത്തും മുതുകിലൊക്കെ ചാടി കളിക്കാറുണ്ട്. അദ്ദേഹം പറയണ, എനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് വിശപ്പല്ലാതെ മറ്റൊന്നും എന്നെ വീഴ്ത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പറയാറുണ്ട്. അത്രയൊക്കെ പ്രയാസം സഹിച്ച് ദീൻ പഠിച്ച സഹാബത്ത് കടന്നു വരുന്ന അതേ പരലോകത്തേക്ക് തന്നെയാണ് നമുക്കും കടന്നു പോകാനുള്ളത്. അതേ റബ്ബിലേക്ക് തന്നെയാണ് നമുക്കും ഒരുമിച്ച് ചെല്ലാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സഹാബത്ത് അവർ അറിവ് കരസ്ഥമാക്കിയെന്നിരിക്കെ നമുക്ക് എങ്ങനെയാണ് അറിവ് കരസ്ഥമാക്കുന്നതിന് നമ്മുടെ പട്ടിണിയോ അല്ലെങ്കിൽ പ്രയാസമോ മറ്റുള്ള തടസ്സങ്ങളോ നമുക്ക് എങ്ങനെ ന്യായീകരണം പറയാൻ സാധിക്കാം? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പഠനത്തിന് ഒന്നും തടസ്സമാക്കരുത്. പഠനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി നമുക്ക് മാറ്റാൻ പറ്റുന്നതൊക്കെ മാറ്റാം. എന്നിട്ട് നമ്മൾ പരമാവധി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാത്തൊരു ദിവസവും കടന്നു പോകരുത്. അത് ഇത്ര കുറച്ചാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം അതെന്നും നിലനിൽക്കുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. അതെത്ര കുറച്ചാണെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചെന്നായി കാണാം. പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാം